സസ്പെൻഷൻ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. അതിനെതിരെ സംസാരിക്കാനോ എന്തിന് സസ്പെൻഡ് ചെയ്തെന്ന് ചോദിക്കാനൊന്നും ഞാനില്ല. അത് പാർട്ടിയുടെ അവകാശമാണ്. സസ്പെൻഡ് ചെയ്യാം, തിരിച്ചെടുക്കാം ഒക്കെ ആവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും കണ്ടുകൊണ്ട് പേടിച്ച് അയ്യോ എന്നെ പുറത്താക്കാൻ ഞാൻ ഒരിക്കലും പുറത്തു പോകില്ല. ഞാനാണ് എൻ്റെ തീരുമാനമെടുക്കുന്നത്. ഞാൻ ഈ പാർട്ടിക്കാരിയായി ഇനിയിപ്പോൾ അവർ തിരിച്ചെടുത്താലും ഇല്ലെങ്കിലും ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വ്യക്തിയായി മരണം വരെ, മരിക്കും വരെ, എൻ്റെ ഓർമ്മ അവശേഷിക്കും വരെ ഈ പാർട്ടിയിൽ തന്നെ തുടരാനാണ് എൻ്റെ ആഗ്രഹം. വെറുതെ ഒരു കാര്യം ഒരു ഇമാജിൻ ചെയ്ത് സാങ്കല്പിക ലോകത്തല്ല. എന്നെ പലരും എന്നോട് പറഞ്ഞു ഇങ്ങനെ പല അഭ്യൂഹങ്ങളും പുറത്തുണ്ട്, അവരങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, പലയിടങ്ങളിലും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കേട്ട കാര്യങ്ങൾ അതിൽ എനിക്ക് മാറാൻ കഴിയില്ല. എന്നെ വിശ്വാസമുള്ള ആളുകൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് അതിൽ നിന്നൊന്നും ഞാൻ മാറുന്നില്ല. പക്ഷേ ഇനി പാർട്ടിക്ക് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ പോകില്ല. ലിഷോയ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ലിഷോയ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇരുട്ടിന്റെ മറവിലെടുത്ത ഒരു തീരുമാനമാണ് എന്ന് പറയുന്നു. കോൺഗ്രസ്സുകാരിയായി തുടരാൻ ആരുടെയും പിന്തുണയുടെ ആവശ്യമില്ല, അംഗത്വത്തിന്റെ പോലും ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്, അല്ലെ? അതിവൈകാരികമായി പ്രതികരിച്ചിരുന്നു. എന്തൊക്കെയോ തെളിവുകളൊക്കെ നൽകാനുണ്ട് എന്നും പറയുന്നു. ഇനി ആ തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം ലാലി ജെയിംസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ? അതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ മറ്റ് തന്നെ അടുത്തറിയാവുന്ന സീനിയർ നേതാക്കളുമായി ബന്ധപ്പെട്ട അവരൊക്കെ സംസാരിച്ച ശേഷം മാത്രമായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതാണ് ലാലി ജെയിംസ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ എടുത്ത ഒരു നടപടിയെക്കുറിച്ചാണ് അവർ വൈകാരികമായി പ്രതികരിച്ചത്. അതായത് ഇരുട്ടിൻ്റെ മറവിലെടുത്താണ്. ഇന്നലെ രാത്രിയാണ്, ഏറെ വൈകിയാണ് ഈ ഒരു നടപടി KPCCയുടേതായി പുറത്തു വന്നത്. അതിനുശേഷം ആണ് അത്തരത്തിൽ ഈ സസ്പെൻഷൻ നടപടികളൊക്കെ തന്നെ പുറത്തു വരുന്നത്. അപ്പോൾ ആ ഇരുട്ടിൻ്റെ മറവിലെടുത്ത നടപടി തൻ്റെ ഭാഗം പോലും കേൾക്കാനായി ആരും കൂട്ടാക്കിയില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒരു വിശദീകരണം പോലും ചോദിച്ചില്ല. അങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ഒരു സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നത് എന്നുള്ളതാണ് ലാലി ജെയിംസ് പറയുന്നത്. പക്ഷേ അടിയുറച്ചൊരു കോൺഗ്രസ്സുകാരിയായി തന്നെ നിൽക്കും. മറ്റ് പാർട്ടികളിലേക്കോ മുന്നണികളിലേക്കോ ഒന്നും തന്നെ മറ്റ് ഏതെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, പാർട്ടിയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അങ്ങനെ പോകുന്ന ഒരാളല്ല താൻ. എല്ലാ കാലത്തും ഒരു കോൺഗ്രസ്സുകാരിയായി തന്നെ നിലനിൽക്കും. അതിനിപ്പോൾ ഒരു കോൺഗ്രസ്സുകാരിയായി നിലനിൽക്കാനായി ഏതെങ്കിലും തരത്തിൽ ഒരു പാർട്ടി അംഗത്വം വേണ്ട എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ലാലി ജെയിംസിന് ഉള്ളത്. പക്ഷേ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോഴത്തെ മേയർ നിജി ജസ്റ്റിൻ പലതവണ ഈ പണവുമായി പലയിടങ്ങളിലേക്ക് പോയ കാര്യങ്ങളൊക്കെ തന്നെ താൻ അറിഞ്ഞിട്ടുണ്ട്. അത് ആ ഒരു നിലപാടുകളിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് ലാലി ജെയിംസ് പറയുന്നത്. മാത്രമല്ല ഈ മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവരെ മാത്രമല്ല സുബി ബാബുവിനെ ഉൾപ്പെടെ പരിഗണിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അങ്ങനെ അവരും ഈ പാർട്ടിയിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഡെപ്യൂട്ടി മേയറായിരുന്ന, അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസിൻ്റെയും പല ഭാരവാഹിത്വങ്ങൾ ഏറ്റെടുത്തിരുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അവരെ എന്തുകൊണ്ട് തഴഞ്ഞു എന്നുൾപ്പെടെയുള്ള പലവിധ കാര്യങ്ങളാണ് ഇപ്പോൾ ലാലി ജെയിംസ് ചോദിക്കുന്നത്.